നമസ്കാരം. ഓം ഓം ഓം. കുജനം രമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമാം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 36. ഇപ്പോൾ രാവണൻ മാരീചനെ ചെന്ന് കണ്ട് സീതയെ അപഹരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാരീചനാണ് അതിനേറ്റവും യോഗ്യനെന്നും സമർത്ഥനെന്നും രാവണൻ പറയുന്നു. മാരീചിൻ്റെ ഗുണസ്വഭാവങ്ങളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. എന്നെ അതുകൊണ്ട് സീതയെ അപഹരിച്ച് എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് മാരീചനോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അപേക്ഷിക്കുകയാണ് രാവണൻ. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 16-17. വീരേ യുദ്ധേ ച ദർപ്പേ ച ന്യഹ്യസ്തി സദൃശസ്തവ ഉപായതോ മഹാൻ ശൂരോ മഹാമായാ വിശാരദഃ. ഏതദർത്ഥമഹം പ്രാപ്ത സ്ത്വത്സമീപം നിശാചര ശൃണു തത്കർമ്മ സാഹായ്യേ യത്കാര്യം വചനാൻ മമ. 16-17 ശ്ലോകങ്ങളുടെ അർത്ഥം. ഇതിനു വേണ്ടിയാണ് ഞാൻ ഭവാനെ സമീപിച്ചിരിക്കുന്നത്. ആ കർമ്മത്തിൽ സഹായിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറയാം, കേട്ടാലും. ശ്ലോകം 18-19. സവർണസ്ത്വം മൃഗോ ഭൂത്വാ ചിത്രോ രജതബിന്ദുഭിഃ ആശ്രമേ തസ്യ രാമസ്യ സീതായാ പ്രമുഖേ ചര. ത്വാം തു നിസ്സംശയം സീതാ ദൃഷ്ട്വാ തു മൃഗരൂപിണം ഗൃഹ്യതാം ഇതി ഭർത്താരം ലക്ഷ്മണം ചാഭിധാസ്യതി. 18-19 ശ്ലോകങ്ങളുടെ അർത്ഥം. അങ്ങ് ഒരു സ്വർണ്ണമാനിൻ്റെ രൂപമെടുക്കണം. വെള്ളിപ്പുള്ളികളോട് ശോഭിക്കുന്ന മാൻ. രാമൻ്റെ ആശ്രമത്തിന് സമീപത്ത് സീത കാണും വിധം അവിടെ സഞ്ചരിക്കുക. മൃഗരൂപിയായ ഭവാനെ കണ്ടാൽ നിസ്സംശയമായും ഇതിനെ പിടിച്ചു തരൂ എന്ന് ഭർത്താവിനോടും ലക്ഷ്മണനോടും ആവശ്യപ്പെടും. ശ്ലോകം 20. തതസ്തയോരപായേതു ശൂന്യേ സീതാം യഥാ സുഖം നിരാബാധോ ഹരിഷ്യാമി രാഹുചന്ദ്ര പ്രഭാമിവ. അവർ അകന്നാൽ തനിച്ചാകുന്ന സീതയെ നേരിൽ ചെന്ന് എനിക്ക് എളുപ്പത്തിൽ അപഹരിക്കാം, ചന്ദ്രികയെ ഗ്രസിക്കുന്ന രാഹുവിനെ പോലെ. ശ്ലോകം 21. തത പശ്ചാത് സുഖം രാമേ ഭാര്യാഹരണകർഷിതേ വിശ്രബ്ധം പ്രഹരിഷ്യാമി കൃതാർത്ഥേനാന്തരാത്മന. എന്നിട്ട് സുഖമായി ഭാര്യാവിയോഗത്തിൽ വ്യഥിതനായിത്തീരുന്ന രാമനെ ധൈര്യത്തോടെ നിർബാധമായി ഞാൻ ഹനിക്കും, കൃതാർത്ഥമായ മനസ്സോടെ. ശ്ലോകം 22. തസ്യ രാമകഥാം ശ്രുത്വാ മാരീചസ്യ മഹാത്മനഃ ശുഷ്കം സമഭവദ്വ്യക്തം പരിതൃസ്ത്വബഭൂവജ. ശ്രീരാമനെക്കുറിച്ചുള്ള ഈ വിചാരത്തെപ്പറ്റി കേട്ട് മഹാത്മാവായ മാരീചൻ്റെ മുഖം വാടി, അദ്ദേഹം തളർന്നുപോയി. ശ്ലോകം 23. ഓഷ്ടൗ പരിലിഹൻ ശുഷ്കൗ നേത്രൈര നിമിഷൈരിവ മൃതഭൂത ഇവാർദ്ധസ്തു രാവണം സമുദൈക്ഷത.
വരണ്ടുപോയ ചുണ്ടുകൾ നക്കിക്കൊണ്ട് കണ്ണടയ്ക്കാതെ മിഴിച്ചിരുന്നു കൊണ്ട് ചത്തവനെ പോലെ നോക്കിയിരുന്നു. ശ്ലോകം 24. 36-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. സരാവണം ത്രസ്തവിഷണ്ണചേത മഹാവനേ രാമപരാക്രമജ്ഞഃ കൃതാഞ്ജലിസ്ത്വം ഉവാച വാക്യം ഹിതം ച തസ്മൈ ഹിതമാത്മനച്ഛാം. വിഷണ്ണചേതസ്സായി തൊഴുകയോടെ രാമപരാക്രമം അറിയുന്നവനായ അദ്ദേഹം മഹാവനത്തിൽ വച്ച് രാമനോട് അദ്ദേഹത്തിനും തനിക്കും ഹിതമാവുന്ന വാക്കുകൾ പറഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.